ലോകകപ്പിൽ ഹെയ്ത്തിക്കെതിരായ മത്സരത്തിൽ ബ്രസീൽ 3 ഗോൾ അടിച്ചു. മത്തേയോസ് ക്യൂന്യ ബ്രസീലിനായി 2 തവണ വല കുലുക്കി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഇതിൻ്റെ ആവേശം നിറഞ്ഞ നിമിഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. ഒരു കളിഭ്രാന്തൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ കളി വിലയിരുത്തുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് വരുന്നത്. കാരണം അത്ര കണ്ട് മികച്ച ഗെയിമാണ് ബ്രസീൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ആരാധകർ മിസ് ചെയ്തതും ഇതേ ബ്രസീലിനെ തന്നെയാണ്. മൊറോക്കോയ്ക്കെതിരെ ഒരു തരത്തിലും ബ്രസീൽ ആരാധകർക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നില്ല വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഗോൾ അടിച്ച്. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുന്നാൽ എന്താണ് ബ്രസീൽ, എന്താണ് അവരുടെ ലെഗസി, അതൊക്കെ തന്നെ കാണിക്കുന്ന ഒരു ഗെയിമാണ്. ഹെയ്ത്തി ഒരു കുഞ്ഞൻ ടീമാണ്, പക്ഷേ അവർ വലിയ രീതിയിലുള്ളൊരു പവർ പാക്ഡ് ഡിഫൻസ് 5-3-1 ശൈലിയിൽ കളിച്ച് ടാക്കിളെങ്കിൽ ടാക്കിൾ, കാർഡെങ്കിൽ കാർഡ് എന്ന തരത്തിൽ ബ്രസീലിനെ അനങ്ങാൻ വിടാതെയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന ഒപ്പം തന്നെ ഹൈ പാസിംഗ് ഗെയിമോടുകൂടി ബ്രസീൽ ആ ലോക്ക് പൊട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൽ എടുത്തു പറയേണ്ടത് വിനീഷ്യസ് ജൂനിയറിൻ്റെ പ്രകടനം തന്നെയാണ്. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു തകർപ്പൻ നീക്കത്തിനൊടുവിൽ അദ്ദേഹം അടിച്ച പന്ത് ഗോളി തടുത്തിടുന്നു. അത് തെറിച്ചു വന്നപ്പോൾ ആ റീബൗണ്ടിൽ നിന്നാണ് ആദ്യം മത്തിയോസ് കുഞ്ഞ ആദ്യ ഗോൾ നേടുന്നത്. അതിനൊരു ഭാഗ്യത്തിൻ്റെ അകമ്പടി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ രണ്ടാം ഗോളിലേക്ക് വരുമ്പോൾ അവിടെയും വിനീഷ്യസ് ജൂനിയർ ആണ് ഗോളിന് സഹായിക്കുന്നത്. മത്തിയോസ് കുഞ്ഞ രണ്ടാം ഗോൾ നേടുന്നു. ഒടുവിൽ 45-ാം മിനിറ്റ്, അതായത് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ 3ാം ഗോൾ വരുന്നത്. അങ്ങനെ ആദ്യ പകുതിയിൽ തന്നെ 3 അടിച്ച് മുന്നേറുകയാണ് ബ്രസീൽ. ഇനി രണ്ടാം പകുതിയിൽ കൂടുതൽ ഗോളുകൾ വരുമോ എന്നതാണ് കാത്തിരിക്കുന്നത് ആരാധകർ. കഴിഞ്ഞ തവണ വലിയ നിരാശയായിരുന്നു. എതിർ ടീം ആരാധകരുടെ വലിയ ട്രോളുകളാണ് ബ്രസീൽ ടീം ഏറ്റുവാങ്ങിയത്. അതിന് കാരണക്കാർ അവർ തന്നെയാണ്. കാരണം അവരുടെ 5 കിരീടങ്ങൾ നേടിയ ടീം, എക്കാലത്തെയും വെച്ച ടീം, അങ്ങനെ ഒരു ടീമിന്, ഒരു കുഞ്ഞൻ ടീമിനെതിരെ, മൊറോക്കോ പോലുള്ള ഒരു ടീമിനെതിരെ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തത് വലിയ നിരാശയായിരുന്നു. കുഞ്ഞൻ ടീം എന്ന് പറയുന്നില്ല, കഴിഞ്ഞ ലോകകപ്പ് സെമി ഫൈനലിസ്റ്റുകളൊക്കെ തന്നെയാണ്. എന്നാലും ബ്രസീൽ എന്ന് പറയുന്ന ടീമിൽ നിന്ന് വലിയ പ്രകടനം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഈ മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ വമ്പൻ പ്രകടനമാണ്. എന്തായാലും കാർലോ അഞ്ചലോട്ടിയുടെ തീരുമാനങ്ങൾ ശരിയായി വരുന്നു. ആദ്യ മത്സരത്തിൽ തിയാഗോനെയൊക്കെ തന്നെ ഇറക്കാനുള്ള ആ മണ്ടൻ തീരുമാനം അത് മാറ്റിക്കൊണ്ട് കൂനിയെ ഇറക്കാനുള്ള തീരുമാനം, അദ്ദേഹത്തെ മുന്നേറ്റ നിരയിൽ കളിപ്പിക്കാനുള്ള തീരുമാനം എന്തായാലും വർക്കൗട്ട് ആവുന്നു. 2 ഗോൾ ഇതിനോടകം തന്നെ കൂനിയ അടിച്ചു കഴിഞ്ഞു. ഈ മത്സരത്തിൽ ഏക നിരാശ ഒരുപക്ഷെ ബ്രസീലിന് അവരുടെ പ്രിയപ്പെട്ട താരം റാഫീഞ്ഞ പരിക്കേറ്റ് പുറത്തായത് മാത്രമാണ്. അദ്ദേഹത്തിനെ സബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊഴിച്ച് ഈ മത്സരത്തിലെല്ലാം മഞ്ഞക്കിളികളുടെ വഴിക്കാണ്. ഇന്ന് നീല ജേഴ്സിയിലെങ്കിൽ പോലും ഗാലറിയെ ഇളക്കിമറിക്കാൻ മഞ്ഞക്കടൽ തന്നെയാണ്. അത് കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും എല്ലാമുള്ള ലോകമെമ്പാടുമുള്ള കാനറിപ്പടയുടെ ആരാധകർക്കും ഈ നിമിഷം വരെ ആഘോഷിക്കാനുള്ളതായി മാറുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.